ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഏപ്രിൽ 19. യേശുവിൻ്റെ അടുത്തേക്ക് ഓടുക. ഇരുവരും ഒന്നിച്ച് ഓടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി ആദ്യം കല്ലറയ്ക്കലെത്തി. യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം 4 വാക്യം. പാരീസിലേക്കുള്ള ഒരു യാത്രയിൽ ബെന്നും സുഹൃത്തുക്കളും നഗരത്തിലെ പ്രശസ്തമായ മ്യൂസിയങ്ങളിൽ ഒന്ന് സന്ദർശിച്ചു. ബെൻ കലാവിദ്യാർത്ഥിയായിരുന്നില്ലെങ്കിലും യൂജിൻ ബെർണാഡ് രചിച്ച ഉയർപ്പിൻ പ്രഭാതത്തിൽ ശിഷ്യന്മാരായ പത്രോസും യോഹന്നാനും യേശുവിൻ്റെ കല്ലറയിലേക്ക് ഓടുന്നു എന്ന പെയിന്റിംഗ് കണ്ടപ്പോൾ അവൻ ആരാധനയോടെ അത് നോക്കി നിന്നുപോയി. പത്രോസിന്റെയും യോഹന്നാന്റെയും മുഖത്തെ ഭാവങ്ങളും അവരുടെ കൈകളുടെ സ്ഥാനവും വാക്കുകളില്ലാതെ ധാരാളം സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ സ്ഥാനത്തു നിന്നുകൊണ്ട് അവരുടെ ശക്തമായ വികാരങ്ങൾ പങ്കിടാൻ അവർ കാഴ്ചക്കാരെ ക്ഷണിക്കുകയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഈ ചിത്രം ഇരുവരും യേശുവിൻ്റെ ശൂന്യമായ കല്ലറയുടെ ദിശയിലേക്ക് ഓടുന്നതായി ചിത്രീകരിക്കുന്നു. സംഘർഷഭരിതരായ 2 ശിഷ്യന്മാരുടെ വൈകാരിക തീവ്രതയാണ് മാസ്റ്റർ പീസ് പകർത്തുന്നത്. ആ ഘട്ടത്തിൽ അവരുടേത് പൂർണ്ണമായി വികസിതമായ വിശ്വാസമായിരുന്നില്ലെങ്കിലും അവർ ശരിയായ ദിശയിൽ ഓടുകയായിരുന്നു. ഒടുവിൽ ഉയർത്തെഴുന്നേറ്റ യേശു അവർക്ക് തന്നെ വെളിപ്പെടുത്തി. അവരുടെ അന്വേഷണം നൂറ്റാണ്ടുകളായി യേശുവിനെ അന്വേഷിക്കുന്നവരുടേതിന് വിപരീതമായിരുന്നില്ല. ശൂന്യമായ ഒരു കല്ലറയുടെ അനുഭവത്തിൽ നിന്നോ ഉജ്ജ്വലമായ ഒരു കലാസൃഷ്ടിയുടെ പരിസരത്തു നിന്നോ നാം നീക്കം ചെയ്യപ്പെട്ടേക്കാമെങ്കിലും സുവാർത്ത നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. സംശയങ്ങൾ, ചോദ്യങ്ങൾ, അനിശ്ചിതത്വങ്ങൾ എന്നിവയിൽ പോലും യേശുവിൻ്റെ സ്നേഹത്തിൻ്റെയും ദിശയിൽ പ്രത്യാശിക്കാനും അന്വേഷിക്കാനും ഓടാനും തിരുവെഴുത്ത് നമ്മെ നിർബന്ധിക്കുന്നു. ഈ വർഷത്തെ ഈസ്റ്റർ നാം ആഘോഷിക്കുമ്പോൾ യേശുവിൻ്റെ വാക്കുകൾ നമുക്ക് ഓർക്കാം. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. ചിന്തിക്കുക, നിങ്ങൾക്ക് യേശുവിനെ അറിയില്ലെങ്കിൽ യേശുവിലേക്കും യേശുവിൻ്റെ സ്നേഹത്തിലേക്കും ഓടിത്തുടങ്ങാൻ നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ യേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവരുമായി എങ്ങനെ പങ്കിടും? ദൈവത്തിന് മഹത്വം.